ഹലോ, ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? വായോ. ദേ, ഞാൻ പൈനാപ്പിളിനെ ചെത്തി മിനുക്കി കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി പിന്നെയും നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പൈനാപ്പിളിനെ ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ടോ, കാരണം നമ്മുടെ പൈനാപ്പിൾ ഒരു ചൊറിയൻ കുട്ടനാണല്ലോ, അതുകൊണ്ടാണേ. എന്നിട്ട് അതിലേക്ക് 4 പച്ചമുളക് കീറിയിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഞാൻ പൈനാപ്പിളിനെ ഇച്ചിരി അധികം നേരം വേവിക്കാൻ വെച്ചിരുന്നു, കാരണം പൈനാപ്പിളിന് ഇച്ചിരി വേഗ് കുറവാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇച്ചിരി അധികം നേരം ഞാൻ വേവിക്കാൻ വെച്ചിരുന്നു കേട്ടോ. അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ച് വെച്ച് വേവിച്ചു. അത് വേകാൻ എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി. തേങ്ങയും ഇച്ചിരി ജീരകവും കൂടിയിട്ട് നല്ല മഷി പോലെ അരപ്പ് റെഡിയാക്കിയതിന് ശേഷം പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ടത് കുറുകാൻ എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ 1 കപ്പ് തൈരിനെ നന്നായിട്ട് സ്പൂൺ വെച്ച് അടിച്ചെടുത്ത് നല്ല സെറ്റാക്കി വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നപ്പോൾ ഞാൻ ഈ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് തണുക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിച്ചു. വെളിച്ചെണ്ണയിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് സെറ്റാക്കി എടുത്തിട്ട് നമ്മുടെ തണുത്ത കറിയിലേക്കാണ് ഞാൻ ഈ കടുക് പൊട്ടിച്ചൊഴിച്ചത്. അപ്പോൾ അതെ, കറി ഇവിടെ സെറ്റായി. നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.